സ്ത്രീസുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന KSRTCയുടെ പിങ്ക് ബസ്. രാത്രികാല യാത്രയ്ക്കായാണ് ഈ സംവിധാനം. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വളരെ ആശ്വാസകരമായ ഒന്നാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇത് നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനപ്പുറം സ്ത്രീകൾക്ക് ഏതു സമയത്തും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിന് പകരം പ്രത്യേക ബസ്സുകൾ മാത്രം ഏർപ്പെടുത്തുന്നത് ശാശ്വതമായ പരിഹാരമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ സർക്കാരിനെ സംബന്ധിച്ച് കൊണ്ടുവന്ന പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്ക് രാത്രികാല യാത്രയ്ക്കായി KSRTCയുടെ പിങ്ക് ബസ്. ഇപ്പോൾ IT മേഖലയിലോ ഈ ആശുപത്രികളിലോ ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള സ്ത്രീകൾ, രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ശ്രീജ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്നെ സംബന്ധിച്ചൊരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല. അതിന് നടപടി തന്നെ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ വേണം. കാരണം നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് കുറയുന്നതേയില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ട കൃത്യമായ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനായി സർക്കാർ, പോലീസ് സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പിങ്ക് ബസ് പോലുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു നിർണായക ചുവടുവെപ്പായി ഞാൻ കണക്കാക്കുന്നു. ഈ പിങ്ക് ബസ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ IT രാത്രിയിൽ, എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, നെഗറ്റീവ് സ്വാഭാവികമായും എന്ത് വിഷയം വന്നാലും ഉണ്ടാവുമല്ലോ. KSRTC സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് സാമ്പത്തികമായും ഒക്കെ. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കി കൊണ്ടുപോകാൻ പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഏറ്റവും പോസിറ്റീവായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് രാത്രിയിൽ കുറച്ചുകൂടി സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. പല സ്ത്രീകളും രാത്രിയിൽ യാത്രയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്താണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാൻ മടിക്കുന്നത്. അങ്ങനെയുള്ള ഉള്ള സ്ത്രീകൾക്കും ഒരുപക്ഷെ ഇത് ഗുണം ചെയ്യും. സ്വാഭാവികമായും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. ഈ അതിക്രമങ്ങൾ, അത്തരത്തിൽ ബസ്സുകളിലൊക്കെ പലപ്പോഴും അങ്ങനെ അതിക്രമങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, വളരെ കൂടുതലായിട്ട്. പലരും നാണക്കേട് കരുതി പുറത്തു പറയുന്നില്ല. പുറത്തെത്തുന്ന കേസുകളൊക്കെ കുറച്ച് എണ്ണത്തിൽ, നമ്മൾ കാണുന്ന എണ്ണത്തിൽ അത് കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിനകത്ത് മാത്രം മതിയോ ഈ സുരക്ഷിതത്വം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ബസ്സിൽ സുരക്ഷിതത്വം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പല ബസ് സ്റ്റോപ്പുകളിൽ പോലും, ഈ ബസ് സ്റ്റാൻഡുകളിൽ പോലും, CCTV സംവിധാനങ്ങളൊക്കെയുള്ള ബസ് സ്റ്റാൻഡുകളിൽ പോലും സ്ത്രീകൾ അതിക്രമം നേരിടുന്ന കാട്ടാക്കടയിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. എല്ലാ മേഖലകളിലും സുരക്ഷ വേണം. ഇപ്പോൾ ബസ്സിനുള്ളിൽ എന്ന് മാത്രമല്ല, കാരണം ഈ പറഞ്ഞതുപോലെ പുറത്ത് എത്രത്തോളം സുരക്ഷിതയാണ് സ്ത്രീ എന്നുള്ള ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഉത്തരേന്ത്യയിൽ ഒരു പോലീസ് ഓഫീസർ, അവർ കമ്മീഷണറാണ്, യൂണിഫോമിലല്ല, അല്ലാതെ സാധാരണ വേഷത്തിൽ വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് രാത്രിയിൽ. സ്ത്രീകളുടെ സുരക്ഷ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അവരെത്തുന്നത്. ആ സമയത്ത് അവരെ സമീപിക്കുന്ന 40ഓളം പുരുഷന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. ഇതിൽ ചെറിയ പയ്യന്മാരുണ്ട്, മാത്രമല്ല ലഹരിക്കടിമയായ ഒരുപാട് ആളുകളുണ്ട്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ലഹരി എന്നുള്ളത് വലിയൊരു വിപത്തായി മാറിയിരിക്കുന്നു. ഈ പലപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ പകുതിയിലേറെയും അതിക്രമങ്ങൾ നടക്കുന്നത് ഈ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളിൽ നിന്നാണ്. ബസ്സിലെ കാര്യം മാത്രം പറയുന്നത്, എന്തുകൊണ്ട് ട്രെയിനിലെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പർ ബർത്തിൽ ഇരിക്കുന്ന ഒരു പയ്യൻ താഴെ ഇരിക്കുന്ന 2 പെൺകുട്ടികളുടെ വീഡിയോ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോൾ അവർ ഷീറ്റ് എടുത്ത് മൂടുകയാണ് ദേഹത്തേക്ക്. ആ വീഡിയോ ആ പയ്യൻ മ്യൂസിക്കോടുകൂടി റീൽസായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്തുമാകാം എന്നുള്ളത് ഇപ്പോഴും പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ട്രെയിനകത്തേക്ക് ഒട്ടും തന്നെ സുരക്ഷയില്ല. സ്ഥിരമായൊരു പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇതിൽ ഉണ്ടാകുന്നില്ല? അപ്പോൾ ഒരു സുരക്ഷ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു സംവിധാനം നമുക്കില്ല. കൃത്യമായ പോലീസ്, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, കൃത്യമായ ആളുകൾ, ഈ സംവിധാനത്തിന് പ്രാപ്തരായിട്ടുള്ള ആളുകളില്ല എന്നുള്ളത് എണ്ണക്കുറവ് വലിയൊരു പരിമിതിയായി എനിക്ക് തോന്നുന്നുണ്ട്. ശരിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഒരു കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ KSRTC ബസ്, നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ KSRTCയിലെ കണക്കുകൾ മാത്രമായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ എല്ലാ ക്രൈംസും ഒന്നിച്ചാണല്ലോ. പക്ഷേ എങ്കിൽ പോലും എറണാകുളം പോലുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ 300 മുതൽ 450 വരെ കേസുകൾ പ്രതിവർഷം ഈ ബസ്സിനുള്ളിലെ അതിക്രമം സംബന്ധിച്ച് വരുന്നുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും സ്വാഭാവികമായും അത്രയും കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം.
അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമാണ്. അതായത് ഒരു 300 മുതൽ 450 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഇതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നതിനെ നമ്മളെപ്പോഴും അഭിനന്ദിക്കേണ്ടതാണ്. ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ സ്ത്രീകൾക്കുണ്ട്. രാത്രി സ്വാഭാവികമായും ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയാൽ അവർക്ക് അടുത്ത് പോകാനുള്ള ഒരു മാർഗം എന്നുള്ളത് ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കണം. അപ്പോൾ ഈ രാത്രി യാത്രയ്ക്കൊക്കെ അവരെത്രയാണോ ചാർജ് ചെയ്യുന്നത് അത് കൊടുക്കേണ്ടതായി വരും. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഒരു സ്ഥലത്തെത്തിയാൽ ഇപ്പോൾ ഒരു 50 രൂപ ചാർജ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് രാത്രി യാത്രയ്ക്ക് അവർ ചിലപ്പോൾ 100 150 ചോദിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സുരക്ഷിത യാത്ര എന്നുള്ള കണക്ക് നോക്കുമ്പോൾ അവരത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ തരത്തിലും സാമ്പത്തികമായി കൂടി സ്ത്രീകളെ ഒരു തരത്തിൽ സഹായിക്കും ഈ പദ്ധതി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ചില റൂട്ടുകളിലൊന്നും എപ്പോഴും ബസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ എന്ത് സംവിധാനമാണ് സർക്കാർ ഈ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകും? ഇപ്പം നമ്മുടെ ടൗണിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പിങ്ക് ബസ്സൊക്കെ അത്യാവശ്യം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു റൂറൽ ഏരിയയിലേക്കൊക്കെ പോയാൽ എല്ലായ്പ്പോഴും ആ ബസ്സുകൾ ഉണ്ടാകണം എന്നില്ല രാത്രി യാത്രയ്ക്ക്. അപ്പോൾ ഒരു സംവിധാനം സ്വാഭാവികമായും വേണമല്ലോ. ഇപ്പോൾ പ്രിയദർശിനിയൊക്കെ ഓടിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് അതിനും ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുമ്പോൾ അതും കണക്കാക്കേണ്ടതുണ്ട്. പിന്നെ സാമ്പത്തികമായി എത്ര കാലം സർക്കാരിന് ഈ സംവിധാനം കൊണ്ടുപോകാൻ പറ്റും? ഏതെങ്കിലും ഇപ്പോൾ ആളില്ലാത്ത സംവിധാനങ്ങളും വരും. എല്ലാ സ്ത്രീകളും രാത്രി എല്ലാ റൂട്ടിലും ആളുകൾ യാത്ര ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു മാസം വാഹനം ഓടിച്ചു കഴിയുമ്പോൾ ആളില്ലാതെ വന്നാൽ ഇവരത് നിർത്തിയാൽ അതിനെ ആശ്രയിക്കേണ്ട 1-2 സ്ത്രീകളെങ്കിലും കാണുമല്ലോ. അവർക്ക് എന്താണ് ബദൽ? സ്ത്രീ സുരക്ഷ ഇതുകൊണ്ട് കാര്യക്ഷമമായി നടപ്പാക്കി എന്ന് സർക്കാരിന് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഒന്നും എത്തിയിട്ടില്ല, ഒരിടത്തും എത്തിച്ചേർന്നിട്ടില്ല. നമുക്കറിയാം ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാവശ്യത്തിന് വിളിച്ചാൽ അതിൽ എത്ര എണ്ണം വർക്ക് ചെയ്യും എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പട്രോളിങ്ങിന് പോലീസ് വാഹനം അവിടെ എവിടെയെങ്കിലും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ, രാത്രി യാത്രക്കാരായ സ്ത്രീകൾ ഒരുപാട് നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളും അക്കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ആവശ്യകത എത്രയെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നാമം മാത്രമായി ഇതൊക്കെ ചുരുങ്ങാതെ ഇത് വ്യാപിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊരു ഫലം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രമായി ഇതിൻ്റെ ഗുണം പരിമിതപ്പെടും. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരണമെങ്കിൽ അഖില സൂചിപ്പിച്ചതുപോലെ ബസ്സിൽ മാത്രമല്ല, കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന സിറ്റിയിലുള്ള യാത്രക്കാർ മാത്രമല്ല, അകത്തോട്ടുള്ള റൂറൽ ഏരിയയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്കും കൂടി ആ സുരക്ഷ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ടാവണം. KSRTC അതിന് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെയുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പോലീസ് പെട്രോളിംഗ് ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ച പോലെ എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ 2 വീലറിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ആശങ്ക ഉണ്ടാവും. രാത്രിയൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്താണ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നമ്മുടെ വാഹനത്തിനൊരു തകരാറ് പറ്റിയാൽ പോലും ഏതെങ്കിലും ഒരു സഹായം, മറ്റൊരു തരത്തിലുള്ള അതിക്രമത്തിനപ്പുറത്തേക്ക് നമ്മുടെ വാഹനത്തിനൊരു തകരാറ് പറ്റിയാൽ ഒരു സഹായത്തിന് ഒരാൾ വരിക, ഏതെങ്കിലും ഒരാളെ നമുക്ക് ആ രാത്രിയിലൊന്ന് സമീപിക്കുക എളുപ്പമല്ലല്ലോ. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പോലീസ് പെട്രോളിംഗ് കുറച്ചും കൂടി കാര്യക്ഷമമാക്കുക എല്ലാ മേഖലയിലും. ഒപ്പം തന്നെ KSRTCയുടെ വക ഏതെങ്കിലും തരത്തിലുള്ള ഈ പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രം ഇപ്പോൾ ബസ്സിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടില്ലേ, ചില KSRTC ഡ്രൈവർമാരൊക്കെ കാത്തുനിന്ന് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആളുകൾ വരുമ്പോൾ അവരെ പറഞ്ഞയക്കുന്ന സംവിധാനമൊക്കെ, അതൊന്നും എല്ലായ്പ്പോഴും നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയദർശിനി ബസ് സ്ത്രീകളുടെ സുരക്ഷയൊക്കെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ്. അതിൽ പ്രിയദർശിനി വിജയകരമായി നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പദ്ധതിയും അവർക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ 10:45 വരെയാണ് നിലവിൽ ഒരു സമയം നൽകി. വൈകുന്നേരം 6 മണി മുതൽ ഏകദേശം 11 മണി വരെയാണ് സർവീസ് നടത്തുക എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി വിപുലപ്പെടുത്തണം. ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ത്രീകൾ മാത്രമായിരിക്കില്ല യാത്ര, അവരോടൊപ്പം അവരുടെ ഭർത്താവ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ പിങ്ക് ബസ് സ്ത്രീകൾക്ക് മാത്രമുള്ള സംവിധാനമാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അതിനുള്ള ഗുണം കിട്ടുന്നില്ല എന്നുള്ള പരാതിയും ചില കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്ര ചൂഷണം പുരുഷന്മാർക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ അതെങ്കിലും ആദ്യം കാര്യക്ഷമമാകട്ടെ സർക്കാരിൻ്റെ ഈ ഒരു ചുവടുവയ്പ്. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ കയ്യടി കൊടുക്കേണ്ട ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വലിയ വ്യാപകമായി തന്നെ വരട്ടെ. എല്ലാ സ്ത്രീകളും സുരക്ഷിതമായി ഇരിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. എല്ലാവരും, ഈ സമൂഹത്തിലെ എല്ലാവരും
സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. സ്ത്രീ സുരക്ഷയ്ക്ക് മികച്ചൊരു ചുവടുവയ്പ്പാണ് പിങ്ക് ബസ് എങ്കിലും ഇതിന്റെ സർവീസുകളുടെ എണ്ണവും റൂട്ടുകളും വർദ്ധിപ്പിച്ചാൽ മാത്രമേ സാധാരണക്കാരായ സ്ത്രീകൾക്ക് പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ. പിങ്ക് ബസ് സർവീസ് വരുന്നതോടെ ബസ്സിനുള്ളിൽ സുരക്ഷിതത്വം ലഭിക്കുമെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷമുള്ള യാത്രയിലോ സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കുമ്പോഴോ ഉള്ള സുരക്ഷ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ.